അങ്ങനെ ഓർക്കുന്നുണ്ട് ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത്. ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു അഡ്വഞ്ചർ മാൻ ആയിരുന്നു. അതായത് സാഹസികതയെ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയായിരുന്നു. പല സന്ദർഭത്തിലും അദ്ദേഹം വേട്ടയാടി, മക്കൾക്ക് പുറത്ത് ദിവസങ്ങളോളം വേട്ടക്ക് പോയി പല രൂപത്തിലുള്ള സിംഹത്തെയും മറ്റുമെല്ലാം വേട്ടയാടി കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ ആ സാഹസിക യാത്രകളെ സംബന്ധിച്ചുള്ള കഥകൾ മറ്റുള്ള ആളുകളിലേക്ക് പങ്കുവെച്ച് ആ രൂപത്തിലുള്ള ഒരു ജീവിതമായിരുന്നു ഹംസ റളിയല്ലാഹു അൻഹു മക്കയിൽ ജീവിച്ചു കൊണ്ടിരുന്നത്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിച്ചതിന് ശേഷവും അദ്ദേഹം ഒരല്പം കഴിഞ്ഞതിന് ശേഷമാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച ആ സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഹംസ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പതിവ് പോലെ വേട്ടക്ക് പോയി ദിവസങ്ങൾക്ക് ശേഷം മക്കയിലേക്ക് തിരിച്ചു വന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഒരു പതിവുണ്ടായിരുന്നു. നേരിട്ട് വീട്ടിൽ പോവാതെ ആദ്യം ആ കഅബാലയത്തിന് സമീപത്ത് പോയി അവിടെ തവാഫ് ചെയ്തതിന് ശേഷമാണ് വീട്ടിലേക്ക് പോവുക. അങ്ങനെ ആ വേട്ട കഴിഞ്ഞ് ആ കഅബാലയത്തിന്റെ സമീപത്ത് എത്തിയ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ഹംസ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഓ അബൂ ഉമാറ, അദ്ദേഹത്തിന്റെ വിളിപ്പേരാണ്, നിങ്ങൾ പോയ സന്ദർഭത്തിൽ ഇവിടെ സംഭവിച്ചതല്ല നിങ്ങൾ അറിഞ്ഞോ? അപ്പൊ അദ്ദേഹം ചോദിച്ചു എന്താണ്? അപ്പൊ ആ സ്ത്രീ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ പോയ സന്ദർഭത്തിൽ നിങ്ങളുടെ സഹോദരപുത്രൻ മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അബുൽ ഹക്കം, അതായത് അബൂജഹല് ഒരുപാട് ചീത്ത പറഞ്ഞു, അതേപോലെ തന്നെ ഒരുപാട് ദേഹോപദ്രവം എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു വാർത്ത ഹംസ റളിയല്ലാഹു അൻഹുവിനോട് ആ സ്ത്രീ പറയാണ്. ആ ഒരു വാർത്ത കേട്ട ഉടനെ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ നിയന്ത്രണം നഷ്ടപ്പെടാം. അദ്ദേഹം അങ്ങേയറ്റം കോപിക്കുകയാണ്. ഒന്നാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ടുള്ള ആത്മബന്ധം. രണ്ടാമത്തെ മറ്റൊരു കാരണം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ചിന്തിച്ചു നോക്കുക, നേരത്തെ തന്നെ അബൂലഹബും സമാനായിട്ട് റസൂലുള്ളാഹിനെ ചീത്ത പറയുന്നുണ്ട്. പക്ഷെ അബൂലഹബ് സ്വന്തം ഗോത്രക്കാരനാണ്, റസൂലുള്ളാഹിന്റെ പിതൃവ്യനാണ്. ആ രൂപത്തിലല്ല അബൂജഹല് പുറത്ത് മറ്റൊരു ഗോത്രക്കാരൻ കൂടെയാണ്, ബനു മഖ്സൂം ഗോത്രക്കാരനാണ്. അപ്പൊ ആ ഒരു എലമെന്റും ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ആ വികാരത്തിന് പുറത്തുണ്ട്. അപ്പോ ഹംസ റളിയല്ലാഹു അൻഹു ആ വേട്ട കഴിഞ്ഞ് വരുന്ന ആ വഴിക്ക് തന്നെ നേരെ വീട്ടിൽ പോവാതെ നേരെ അമ്പും ബില്ലെടുത്ത് അബൂജഹലിനെ അന്വേഷിച്ചിറങ്ങാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് അബൂജഹലും കൂട്ടരും ഇരിക്കുന്നത് കണ്ട ഉടനെ തന്നെ ഒന്നും ചോദിക്കാതെ ഹംസ റളിയല്ലാഹു അൻഹു നേരെ നടന്നു നിന്ന് തന്റെ കയ്യിലുണ്ടായിരുന്ന ആ വില്ലെടുത്ത് അബൂജഹലിന്റെ നെറുന്തലയിൽ അടിക്കുകയാണ്. അങ്ങനെ ആ തല പൊട്ടി അബൂജഹലിന്റെ തലയിൽ നിന്നും രക്തം ധാരയായിട്ട് ഒഴുകാൻ തുടങ്ങുകയാണ്. ആ സന്ദർഭത്തിൽ ഹംസ റളിയല്ലാഹു അൻഹു അദ്ദേഹം കോപത്തോടു കൂടെ പറഞ്ഞു, നീ മുഹമ്മദിനെ ചീത്ത പറയാണോ സല്ലല്ലാഹു അലൈഹി വസല്ലം? അതസുബ്ബുഹു വഅന അലാ ദീനിഹി വഅഖൂലു മാ യഖൂൽ. നീ മുഹമ്മദിനെ ചീത്ത പറയാണോ? അങ്ങനെയാണെങ്കിൽ ഞാനും അയാളുടെ മതക്കാരനാണ്, അയാളുടെ അതേ വാദമാണ് എനിക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ അയാളെ ചെയ്ത പോലെ എന്നെയും ചെയ്യും. ഈ രൂപത്തിൽ ഹംസ റളിയല്ലാഹു അൻഹു പ്രതികരിക്കുകയാണ്. അപ്പൊ അത് യഥാർത്ഥത്തിൽ വഅന അലാ ദീനിഹി, ഞാനും അയാളുടെ മതത്തിലാണെന്നുള്ളത് അത് മനസ്സിൽ തട്ടിക്കൊണ്ട് പറഞ്ഞല്ല, മറിച്ച് ആ ഒരു വികാരത്തിന്റെ പുറത്ത് പറഞ്ഞു പോയതാണ്. പക്ഷെ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു വാക്ക് അതൊരു തീ പോലെ മക്കയിലുടനീളം ആ ഒരു വാർത്ത കത്തിപ്പടരാണ്. ഹംസ റളിയല്ലാഹു അൻഹു മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായി ആയിട്ടുണ്ടെന്നുള്ള വാർത്ത കത്തിപ്പടരാണ്. ഹംസ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് തിരിച്ചുപോയി. അന്നത്തെ രാത്രിയിലുടനീളം ആ പറഞ്ഞ വാക്കിന്റെ പേരിൽ അദ്ദേഹം അങ്ങേയറ്റം പ്രതിസന്ധിയിലാവാണ്, അങ്ങേയറ്റം വിഷമിക്കുകയാണ്. കാരണം ഇത്രയും കാലം താൻ പിന്തുടർന്നു പോകുന്ന ആ പൂർവ്വപിതാക്കന്മാരുടെ ആ മതം തള്ളിപ്പറഞ്ഞല്ലോ. ആ രൂപത്തിലുള്ള ഒരു പ്രതിസന്ധി, ഇതാണോ ശരി, ഏതാണ് ശരി എന്നുള്ളതിന്റെ ആ ഒരു ആശയക്കുഴപ്പത്തിലായ സന്ദർഭത്തിൽ അദ്ദേഹം അർദ്ധരാത്രി വീണ്ടും കഅബാലയത്തിന് സമീപത്ത് വന്ന് അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് കൈ ഉയർത്തുകയാണ്. ഓ അല്ലാഹ്, ഞാൻ പറഞ്ഞത് അതാണ് ശരിയായിട്ടുള്ള പാതയെങ്കിൽ എന്നെ അതിൽ അടിയുറപ്പിച്ച് നിർത്തണം. ആ രൂപത്തിൽ അദ്ദേഹം അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് കൈ ഉയർത്തിയ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്ലാമിന്റെ വെളിച്ചം അദ്ദേഹത്തിന് നൽകുകയാണ്. അങ്ങനെ അദ്ദേഹം റസൂലുള്ളാഹിന്റെ പിറ്റേ ദിവസം റസൂലുള്ളാഹിന്റെ സമീപത്ത് പോയി ഷഹാദത്ത് ചൊല്ലി ഇസ്ലാം സ്വീകരിക്കുകയാണ്. ഈ ഒരു സംഭവം സീറയിൽ നേരത്തെ മക്കി കാലഘട്ടത്തിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. അത് ആവർത്തിക്കാനുള്ള മറ്റൊരു കാരണം ഈ ഒരു സംഭവം സമകാലിക ലോകത്തുള്ള മുസ്ലിം ഉമ്മത്തിന് നൽകുന്ന വലിയൊരു പാഠം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സംഭവത്തിലുള്ള മനോഹരമായിട്ടൊരു യുക്തി അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഖദറിനെ സംബന്ധിച്ച് ചിന്തിച്ചു നോക്കുക. ഇപ്പൊ അബൂജഹൽ അവിടെ ഇസ്ലാമിനോടുള്ള കടുത്ത വിരോധം കാരണം, ആ ശത്രുത കാരണം, ഇസ്ലാമിന്റെ ആ വളർച്ച തടയാൻ വേണ്ടിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോയി ചീത്ത പറഞ്ഞതും റസൂലുള്ളാഹിനെ ഉപദ്രവിച്ചതെല്ലാം. റസൂലുള്ളാഹി അവിടെയെല്ലാം ക്ഷമ അവലംബിച്ച് അവിടെ നിൽക്കുകയാണ്. പക്ഷെ അതിന്റെ ഒരു ഫലം, അതിന്റെ റിസൾട്ട് നോക്കുക. അബൂജഹൽ എന്താണോ ചെയ്യാൻ ശ്രമിച്ചത്, അതായത് ഇസ്ലാമിന്റെ വളർച്ച തടയാൻ വേണ്ടി ഈ രൂപത്തിലെല്ലാം ചെയ്തു, പക്ഷെ അതിന്റെ റിസൾട്ട് അവിടെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിക്ക് അത് കാരണം ഹിദായത്ത് ലഭിക്കാൻ ആ ഒരു സംഭവം നിമിത്തമായിട്ട് മാറുകയാണ്. ഇപ്പൊ എന്താണോ തകർക്കാൻ വേണ്ടി ചെയ്തത് അത് വളർച്ചക്ക് വഴിവെക്കുകയാണ്. ഇപ്പൊ ഇവിടെ ഞാനിത് പ്രത്യേകമായിട്ട് ഹൈലൈറ്റ് ചെയ്യാനുള്ള കാരണം സമകാലിക ലോകത്തും
ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ശത്രുക്കൾ ഗൂഢമായിട്ട് ചില പദ്ധതികൾ നിരന്തരം ദിനേന അവർ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല രൂപത്തിലുള്ള ആരോപണങ്ങളാണ് പല സന്ദർഭത്തിലായിട്ട് അവരെടുത്തു കൊണ്ടുവരുന്നത്. അവിടെ നമ്മൾ തളരേണ്ടതില്ല. തീർച്ചയായിട്ടും അവരെന്താണോ ചെയ്യാൻ ശ്രമിക്കുന്നത് അതിന്റെ വിപരീത ഫലം, അതായത് ഈ മതത്തിന്റെ തളർച്ചക്കല്ല മറിച്ച് വളർച്ചയിലേക്കാണ് അത് വഴിവെക്കുക. ഇപ്പൊ നേരത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ന്യൂസിലാൻഡിൽ ഒരു നീചനായിട്ടുള്ള വ്യക്തി വന്ന് പള്ളിയിൽ കയറി നിരവധി ആളുകളെ വധിച്ചു. ആ ഒരു സംഭവത്തിന് ശേഷം ആ രാജ്യത്തുള്ള ഇസ്ലാമിന്റെ വളർച്ച ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. അപ്പൊ അവിടെയെല്ലാം എന്താണോ ശത്രുക്കൾ ചെയ്യാൻ ശ്രമിക്കുന്നത് അതിന്റെ വിപരീത ഫലമായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരിക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് ചേർത്ത് വായിക്കുക. റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഇന്നല്ലാഹ യുഅയ്യിദു ഹാദദ്ദീൻ ബിറജുലിൻ ഫാജിർ. ചില സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഫാജിറായിട്ടുള്ള തെമ്മാടികളായിട്ടുള്ള ചില ആളുകളിലൂടെയും ഈ മതം വളർത്തും, അല്ലെങ്കിൽ ഈ മതത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തും അല്ലെങ്കിൽ സഹായിക്കും എന്നുള്ളതാണ്. എത്ര തന്നെ നിങ്ങൾ ഈ മതത്തെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചാലും ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ കാഫിറൂൻ, എത്ര തന്നെ ഈ പ്രകാശത്തെ നിങ്ങൾ ഊതിക്കെടുത്താൻ ശ്രമിച്ചാലും എല്ലാത്തിനെയും അതിജയിച്ച് ഈ ഒരു മതം വളരും. കാരണം പ്രപഞ്ച സൃഷ്ടാവായിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മതമാണ് ഇസ്ലാം. ഏതായിരുന്നാൽ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഹിദായത്തിന് ആ ഒരു സംഭവം കാരണമായി തീരാൻ. അതിനുശേഷം പിന്നീട് മക്കി കാലഘട്ടത്ത് മക്കയിൽ മുസ്ലിങ്ങൾ രഹസ്യമായിട്ട് ഒത്തുകൂടിയ ദാറുൽ അർഖമിൽ അവിടുത്തെ സ്ഥിരം സന്ദർശകനായിരുന്ന ഹംസ റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച് വന്ന സന്ദർഭത്തിലെല്ലാം അവിടെ അരങ്ങേറുന്ന സംഭവങ്ങൾ ഓർക്കുന്നുണ്ടാവും. അതിനെല്ലാം ശേഷം പിന്നീട് മക്കി കാലഘട്ടത്തിന് ശേഷം പിന്നീട് ഹിജറ അരങ്ങേറുന്നു. ഹിജറക്ക് ശേഷം മദീനയിൽ എത്തിയതിന് ശേഷം ബദറിന് മുമ്പായിട്ട് ഇസ്ലാമിലെ ആദ്യത്തെ സൈനിക സംരംഭം നമുക്ക് ഓർക്കുന്നുണ്ടാവും. സീറയുടെ 56-ാമത്തെ ഭാഗത്തുടനീളം നമ്മൾ ഇതായിരുന്നു വിശദീകരിച്ചത്, ബദറിന് മുമ്പുള്ള ചില സൈനിക സംരംഭങ്ങൾ. അതിൽ ആദ്യത്തെ സൈനിക സംരംഭം സരിയത്തു സൈഫുൽ ബഹർ എന്നുള്ള പേരിൽ ഹിജറ വർഷം 1 റമദാൻ മാസത്തിൽ ആ ഒരു സൈനിക സംരംഭത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ചുമതല നൽകിയത് ഹംസ റളിയല്ലാഹു അൻഹുവിനായിരുന്നു. അതായത് ഇസ്ലാമിലെ ആദ്യത്തെ ജനറൽ അത് ഹംസ റളിയല്ലാഹു അൻഹു ആണ്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ മക്കയിൽ നിന്നും 300ഓളം വരുന്ന ഒരു കച്ചവട സംഘം അബൂജഹലിന്റെ നേതൃത്വത്തിൽ പുറപ്പെട്ടിട്ടുണ്ടെന്നുള്ള രഹസ്യ വിവരം ലഭിച്ച സന്ദർഭത്തിൽ റസൂലുള്ളാഹി വെറും 30 ആളുകൾ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ പറഞ്ഞയച്ചു. അങ്ങനെ ഈ രണ്ട് സംഘവും 30ഉം 300ഉം ഈ രണ്ടും സംഘവും അവര് യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങിയ സന്ദർഭത്തിൽ അവിടെ ഈ രണ്ട് വിഭാഗത്തോടും സഖ്യത്തിലുണ്ടായിരുന്ന ജുഹൈന ഗോത്രത്തിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി വന്ന് അയാൾ ഇടപെട്ട യുദ്ധം ഒഴിവാകുന്നുണ്ട്. അവിടെ യുദ്ധമില്ലാതെ പിരിയാണ്. അപ്പൊ ഇവിടെ നമ്മുടെ പ്രധാനപ്പെട്ട പോയിന്റ് ആദ്യത്തെ ജനറൽ അത് ഹംസ റളിയല്ലാഹു അൻഹു ആണ്. അതിനുശേഷം പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ റസൂലുള്ളാഹി നേതൃത്വം നൽകിയ ആദ്യത്തെ യുദ്ധം അൽ അബുവ അല്ലെങ്കിൽ വദ്ദാൻ, ഗസ്വത്തു വദ്ദാൻ എന്നുള്ള ആ ഗസ്വയിലും ഹിജ്റ 2-ാം വർഷം സഫർ മാസത്തിൽ ഇറങ്ങിയ ആ പ്രധാനപ്പെട്ട ദൗത്യത്തിൽ 70ഓളം അംഗങ്ങൾ വരുന്ന സംഘമായിട്ട് റസൂലുള്ളാഹി പുറപ്പെട്ട സന്ദർഭത്തിലും ആ സംഘത്തിന്റെയും പതാകവാഹകൻ ഹംസ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അപ്പൊ അവിടെ പ്രധാനപ്പെട്ട ബദറിന് മുമ്പ് തന്നെ പ്രധാനപ്പെട്ട ഈ 2 റോളിൽ ഹംസ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നുണ്ട്. അതിനുശേഷം ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധം ബദർ യുദ്ധത്തിലും ഹംസ റളിയല്ലാഹു അൻഹു ധീരമായിട്ട് പോരാടുന്നുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ബദറിൽ ആദ്യമായിട്ട് ഒരാളെ, ശത്രുപക്ഷത്തുള്ള ഒരാളെ കീഴടക്കുന്ന ഹംസ റളിയല്ലാഹു അൻഹു ആണ്. യുദ്ധത്തിന് തൊട്ടു മുമ്പ് ആ ശത്രുപക്ഷത്തുള്ള ഒരാൾ അസ്വദ് ബിൻ അബ്ദുൽ അസദ് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി, അയാൾ മുസ്ലിങ്ങളുടെ ഭാഗത്ത് വന്ന ആ മുസ്ലിങ്ങളുടെ ജലസംഭരണിയിൽ നിന്നും ഞാൻ വെള്ളം കുടിക്കുമെന്നെല്ലാം ശപഥം ചെയ്ത അയാൾ വന്ന സന്ദർഭത്തിൽ ഹംസ റളിയല്ലാഹു അൻഹു ആണ് അയാളുടെ മേലേക്ക് ചാടി വീണ് നിമിഷ നേരം കൊണ്ട് അയാളെ കീഴടക്കുന്നത്. അതിനുശേഷം ബദറിന്റെ മുബാറസയിൽ ഹംസ റളിയല്ലാഹു അൻഹു ഉത്തുബയെ നേരിടുന്നുണ്ട്. ആ രൂപത്തിൽ ഹംസ റളിയല്ലാഹു അൻഹു ബദറിൽ ശക്തമായിട്ട് ഖുറൈശികൾക്കെതിരെ പോരാടി നിരവധി ആളുകളെയാണ് ബദറിന്റെ രണാങ്കണത്തിൽ ഹംസ റളിയല്ലാഹു അൻഹു വധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഖുറൈശി ഉഹുദിലും പ്രധാനപ്പെട്ട ഒരു ടാർഗറ്റായിട്ട് ഹംസ ഇബ്ൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂലുള്ളാഹിന്റെ പിതൃവ്യനാണ്. അത് മാത്രമല്ല 2 ബന്ധം, റസൂലുള്ളാഹിന്റെ മുലകുടി ബന്ധത്തിലൂടെയുള്ള സഹോദരൻ കൂടെയാണ്. ഇപ്പൊ പിതൃവ്യൻ എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രായ വ്യത്യാസം മനസ്സിലാക്കരുത്. 2 ആളും ഏകദേശം സമപ്രായക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ അടുത്ത മിത്രങ്ങളായിരുന്നു. ചെറുപ്പം മുതൽ ഒരുമിച്ചാണ് അവരെല്ലാം പങ്കുവെച്ച് കളിച്ച് വളരുന്നത്.